ഇത് കണ്ടോ, നല്ല കിടിലൻ സാധനം, നല്ല സമൂസ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കുന്നത് പറയാം കേട്ടോ. ഏതെങ്കിലും പൂച്ചോ പറ്റി എന്തെങ്കിലും പോയിനെ പറ്റും. അപ്പം നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സിമ്പിൾ മസാല ഉണ്ട്, നല്ലതാട്ടോ. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അവർക്കൊന്നും ഉത്സാഹമായിരിക്കും, എനിക്ക് എന്തായിരിക്കും മമ്മി ഉണ്ടാക്കിയത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇത്തിരി എണ്ണ ഒഴിക്കുക. സമൂസയ്ക്കുള്ള സാധനമെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുപ്പുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. ഇത് സെപ്പറേറ്റ് വേവിക്കേണ്ട കേസൊന്നുമില്ല കേട്ടോ. അത് പതിയെ ഇതൊന്ന് വരട്ടിയെടുത്തിട്ട് ശരിക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആവിയിൽ ഇതൊന്ന് ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി, എന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഇതായി. അപ്പം ഞാൻ ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, സവാള, ക്യാരറ്റ്, കറിവേപ്പില, അങ്ങനെ എല്ലാവരും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞേക്കുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇതുമാണ്. ഇത്തിരി ഉപ്പിടുന്നുണ്ട്. പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കേസൊന്നുമില്ല. ഇത് സിമ്മിലിരുന്ന് ഇത് പതിയെ വേകട്ടെ കേട്ടോ. ഈ വേകുന്ന സമയത്ത് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാനുള്ള ഞാൻ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അല്ലാതെ മൈദയിലല്ല. ഇതിവിടെ ഇരുന്ന് സെറ്റാവട്ടെ കേട്ടോ. മൂടി വെക്കാം. നമ്മുടെ പച്ചക്കറി സമൂസയുടെ ഫില്ലിങ് റെഡിയായി കേട്ടോ. വെച്ചു നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കുറച്ച് പൊടികൾ കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി, അത്രേ ഉള്ളൂ. മുളക് പൊടി ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂൺ പൊടികളേ ഉള്ളൂ മൊത്തത്തിൽ. ഇത് പതിയെ പ്രസ് ചെയ്ത് നമ്മൾ ഇത് ഇളക്കി എടുത്താൽ മതി കേട്ടോ. ഇത് ഓൾറെഡി വെന്താണോ, പിന്നെ കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ മൂടി വെച്ചിട്ട് തീ ഓഫാക്കാവേ. ഇത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷീറ്റ് തയ്യാറാക്കാനുണ്ട്. ഗോതമ്പ് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുഴച്ച് ഷീറ്റ് ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുഴക്കി എടുക്കട്ടെ കേട്ടോ. ഇതുണ്ട് നല്ല മുറുക്കമുള്ള മാവായിട്ട് നമ്മളൊരു 2 മിനിറ്റ് 3 മിനിറ്റോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമുക്കിത് പതിയെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം നമുക്ക് ഈ നീളത്തിലുള്ള ഷീറ്റല്ലേ വേണ്ടേ, ചപ്പാത്തി പോലെ പട്ടത്തിലല്ലല്ലോ. അപ്പോൾ ഇത്തിരി വലിപ്പത്തിലെടുത്തിട്ട് നീളം പോലെ ഇങ്ങനെ ഉരുട്ടുക. പതിയെ മാവ് തടവുക കേട്ടോ. ഇത് നമുക്കിത് പരത്തിയെടുക്കാം. കനം കുറച്ച്
മുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ മതി. അതെ, പറ്റുന്ന ചപ്പാത്തി ചെയ്ത് ഷേപ്പായിട്ടിട്ട് നമ്മൾ മുറിച്ചെടുക്കാനുള്ളത് കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇതേ പരുവത്തിൽ ബാക്കിയെല്ലാം ഞാൻ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ചുമ്മാ ചുട്ടെടുത്താൽ മതിയേ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കിയിട്ട് ഉണ്ട്. ഇതെല്ലാം ചതുര കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാമേ. ഇത് കോമൺ അല്ലേ, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പണ്ടൊക്കെ തീക്കിരികൾ ഇടുന്ന ഭയങ്കര കര. ഇങ്ങനെ നമുക്ക് എടുക്കുക. ഈ ഫില്ലിങ് എടുത്ത് ഇതിനകത്ത് ഒഴിക്കും. ഒരു പൂച്ചയോ പൊട്ടിയോ കണ്ടാൽ മതി കേട്ടോ. ഭയങ്കര വെള്ളമായിരിക്കും. ഇത് വയ്ക്കുക. നമ്മുടെ ഇത്തിരി മൈദാമാവ് കണ്ടോ ഞാൻ എടുത്ത് കലക്കി വെച്ചേക്കുന്നത് പശ പോലെ. ഇങ്ങനെ തൂക്കുക. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇതുപോലെ എല്ലാം ഞാൻ പരത്തിയെടുക്കാം കേട്ടോ. എല്ലാം ഞാൻ ഫില്ല് ചെയ്യാവേ. നമുക്ക് ഞാനിതെല്ലാം എന്നാ പുതിഞ്ഞ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് വറുത്ത് പോയി എടുക്കാവേ. വെള്ളം ചൂടായതാട്ടോ. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കറുത്ത കേട്ടോ. നമുക്ക് അടുത്തിടാം. ഇത് കണ്ടോ, രണ്ടെണ്ണം അവളെ വരുന്നവരും ഉണ്ടോ. അവളിപ്പുറം ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ അടുക്കളയിലാണ്. അടുക്കളയെ അല്ലാതെയാണ് അല്ലാതെ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ചില കണ്ടില്ലെങ്കിൽ സങ്കടമാണ്. അവളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുവാണെങ്കിലും നമ്മുടെ തന്തയ്ക്കിൻ്റെ പറ്റിയൊക്കെ എല്ലാം വിടും. എവിടെ പോയതായിരുന്നു, എൻ്റെ ഞങ്ങളെ കൊണ്ടുപോയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതിങ്ങനെ ഓരോന്ന് വറുത്ത് പോലെ കേട്ടോ. ഇത് ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പം നമ്മളതിനകത്ത് മസാലയൊന്നും അങ്ങനെ ഇടുന്നില്ല. അല്ലെങ്കിൽ മീറ്റ് മസാല, ഈ മേടിക്കുന്ന മസാലകളൊന്നും ഇടുന്നില്ല. അപ്പം അതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്ന ടേസ്റ്റേ ഉള്ളൂ.